നോളജ് എക്സ്ചേഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യം നമ്പർ 1. ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നത് താഴെ പറയുന്നവയിൽ എന്നാണ്? ശരിയുത്തരം ഓപ്ഷൻ സി, ജൂൺ 5. രണ്ടാമത്തെ ചോദ്യം, ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. അടുത്ത ചോദ്യം, ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് ഏതു വർഷമായിരുന്നു? ഉത്തരം 1973. നാലാമത്തെ ചോദ്യം, ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശരിയുത്തരം ഓപ്ഷൻ എ, ഉത്തരാഖണ്ഡ്. ചോദ്യം നമ്പർ 5. പ്രോജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയത് ഏതു വർഷമായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ സി, 1973. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി സംഘടന താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, UNEP. ഏഴാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ സി, നെയ്യാർ. അടുത്ത ചോദ്യം, ലോക ഭൗമദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? ശരിയായ ഉത്തരം ഏപ്രിൽ 22. ഒൻപതാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി, പെരിയാർ. 10ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി, ഇടുക്കി. ചോദ്യം നമ്പർ 11. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ്? ശരിയുത്തരം ഓപ്ഷൻ സി, 1986. 12ാമത്തെ ചോദ്യം, 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, ലാൻഡ് റിസ്റ്റോറേഷൻ, ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ്. 13ാമത്തെ ചോദ്യം, 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി, സൗദി അറേബ്യ. 14ാമത്തെ ചോദ്യം, പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്? ശരിയുത്തരം ഓപ്ഷൻ എ, അലക്സാണ്ടർ വോണ്ടർ ഹംബോൾട്ട്. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, പശ്ചിമ ബംഗാൾ. ചോദ്യം നമ്പർ 16. 2023 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ സി, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അടുത്ത ചോദ്യം,
താഴെ പറയുന്നവയിൽ കണ്ടൽക്കാടുകൾക്ക് പ്രശസ്തമായ സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, സുന്ദർബൻസ്. 18ാമത്തെ ചോദ്യം, സുന്ദർബൻസ് നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ എ, പശ്ചിമ ബംഗാൾ. 19ാമത്തെ ചോദ്യം, ഓസോൺ ദിനമായി ആഘോഷിക്കുന്നത് താഴെ പറയുന്നവയിൽ എന്നാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി, സെപ്റ്റംബർ 16. 20ാമത്തെ ചോദ്യം, WWFന്റെ പൂർണ്ണമായ രൂപം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. 21ാമത്തെ ചോദ്യം, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം എന്താണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി, ഭീമൻ പാണ്ട. 22ാമത്തെ ചോദ്യം, WWFന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, സ്വിറ്റ്സർലാൻഡ്. 23ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഇടുക്കി. ചോദ്യം നമ്പർ 24, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി, നീലഗിരി. 25ാമത്തെ ചോദ്യം, പ്രോജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, 1973. 26ാമത്തെ ചോദ്യം, പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം ഏതാണ്? ഉത്തരം 1992. 27ാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കേഴ്സൺ എഴുതിയ പുസ്തകം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി, ദ സൈലന്റ് സ്പ്രിംഗ്. അടുത്ത ചോദ്യം, മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആന.
അടുത്ത ചോദ്യം, ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് താഴെ പറയുന്നവരിൽ ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി, സുന്ദർലാൽ ബഹുഗണെ.